വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് സെല്ലിനെ കുറിച്ചും ആനിമൽ സെല്ലിനെ കുറിച്ചുമാണ്. പ്ലാന്റ്സ്, ആനിമൽസ് ഇവ യൂകാരിയോട്സിന് എക്സാമ്പിൾ ആണ്. യൂകാരിയോട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ട്രൂ ന്യൂക്ലിയേറ്റഡ്. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് പോയി നിങ്ങൾ കാണുക. ഇവ യൂകാരിയോട്സിൽ പെടുന്നവയാണെങ്കിലും ഇവിടെ സെൽസ് തമ്മിൽ നമുക്ക് ഡിഫറൻസസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെൽസും എടുത്ത് നോക്കുമ്പോൾ ഡിഫറൻസസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ആനിമൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും അറിയുന്ന ഒരു ഡിഫറൻസ് ആണ് ഇതിന്റെ ന്യൂട്രീഷനിലെ ഡിഫറൻസ്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഓട്ടോട്രോഫ്സ് ആണ്. അതായത് അവയ്ക്ക് സ്വയമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി. ആനിമൽസ് എടുത്തു നോക്കുകയാണെങ്കിൽ അവ ഹെറ്ററോട്രോഫ്സ് ആണ്. അവയ്ക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് സെൽസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇത് ആനിമൽ സെൽ, ഇത് പ്ലാന്റ് സെൽ. ആനിമൽ സെൽ എന്ന് പറഞ്ഞാൽ സ്മോൾ സെൽസ് ആണ്. ഒരു പ്ലാന്റ് സെല്ലിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ, പ്ലാന്റ് സെൽസിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആനിമൽ സെൽ എന്ന് പറയുന്നത് സ്മോൾ സെൽ ആണ്. നെക്സ്റ്റ്, സെൽ വോൾ. ആനിമൽ സെല്ലിന് സെൽ വോൾ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഇല്ല. അനിമൽ സെല്ലിന് സെൽ മെംബ്രെയിൻ മാത്രമേ കാണുന്നുള്ളൂ. സെൽ വോൾ ഇതിന് കാണുന്നില്ല. പക്ഷേ പ്ലാന്റ് സെൽ എടുത്ത് നോക്കുമ്പോൾ രണ്ട് ലെയറുകളും കാണാൻ സാധിക്കുന്നു, സെൽ മെംബ്രെയിനും സെൽ വോളും. സെൽ വോള് ഈ പ്ലാന്റിന് ഒരു റിജിഡിറ്റി നൽകുന്നുണ്ട്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, അതൊരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. പക്ഷെ ആനിമൽസ് എന്ന് പറയുമ്പോൾ മൂവബിൾ ആണ്. ആനിമൽസിന് ഇങ്ങനെ ഒരു സെൽ വോളിന്റെ ആവശ്യമില്ല. ആനിമൽ സെൽസ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. പ്ലാന്റ് സെൽസിന് സെൽ വോൾ ഉള്ളത് കൊണ്ട് തന്നെ പ്ലാന്റ് സെൽസ് എത്രമാത്രം ഫ്ലെക്സിബിൾ അല്ല. ഈ സെൽ വോൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ പ്ലാന്റ്സിന് ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഈ സെൽ വോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിന് ഒരു ബോൺ പോലെ ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് തരുന്നതിനും ഈ സെൽ വോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് അനിമൽ സെൽസിന് ആബ്സെന്റ് ആണ്. പക്ഷേ പ്ലാന്റ് സെൽസിന് പ്ലാസ്റ്റിഡ്സ് പ്രസന്റ് ആണ്. അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിഡിന്റെ എക്സാമ്പിൾ ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിഡ് ആണ്. അതിൽ ക്ലോറോഫിൽ ഉണ്ട്, അതുകൊണ്ടാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ക്ലോറോഫിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഗ്രീൻ പിഗ്മെന്റ് ആണ്. അത് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് പ്ലാന്റ് സെൽസിൽ പ്രസന്റ് ആണ്. ഇനി നെക്സ്റ്റ് വാക്യൂൾസിന്റെ കാര്യമാണ്. അനിമൽ സെല്ലിന് വാക്യൂൾസ് സ്മോൾ ആയിരിക്കും, ചെറിയ വാക്യൂൾസേ ഉണ്ടാവുള്ളൂ. പക്ഷേ പ്ലാന്റ് സെൽസിന് വാക്യൂൾസ് ലാർജർ ആയിരിക്കും. വാക്യൂൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ബിഗ് സ്ട്രക്ചറിനെയാണ് നമ്മൾ വാക്യൂൾ എന്ന് പറയുന്നത്. വാക്യൂളിന് പല പല ഫങ്ഷൻസ് ഉണ്ട്. വാക്യൂൾ എന്ന് പറയുമ്പോൾ അതൊരു ഓർഗനൽ ആണ്. പ്ലാന്റ് സെല്ലിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വാക്യൂൾസ് മെയിൻ ആയിട്ടും അതിനെ വാട്ടർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഈ വാക്യൂളിന്റെ അകത്തുള്ള ഈ സ്ട്രക്ചറിനെ നമ്മൾ ഒരു ഫ്ലൂയിഡ് ലൈക്ക് ഒരു സ്ട്രക്ചറിനെ നമ്മൾ സാപ്പ് എന്നാണ് പറയുന്നത്, വാക്യൂളിന്റെ സാപ്പ്. അതിൽ ഈ വാട്ടറും സോൾട്ട്സ്, ഷുഗേഴ്സ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. മെയിൻ ആയിട്ടും പ്ലാന്റ് സെല്ലിൽ വാക്യൂളിന്റെ ആവശ്യം എന്ന് പറയുന്നത് വാട്ടർ സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ വാക്യൂൾസ് ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പ്ലാന്റിന്റെ സെല്ലിൽ നിന്നും അനിമലിന്റെ സെല്ലിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. പ്ലാന്റ് സെൽസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം വലിയ വാക്യൂൾ ആണ് കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് ഇത്ര വലിയ വാക്യൂൾ? ഞാൻ പറഞ്ഞു, പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. പ്ലാന്റ്സിന് കൂടുതൽ വാട്ടർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിന് വാട്ടർ ഉള്ള സമയത്ത് കൂടുതൽ വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കണം, ആവശ്യമുള്ളപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അതിനു വേണ്ടി വലിയ ഒരു വാക്യൂൾ തന്നെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിന് ഇങ്ങനെ ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി, അതായത് അതിന് മൊത്തത്തിൽ ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടും ഈ വാക്യൂള് നൽകുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, ഗോൾഗി അപ്പാരറ്റസ്. അനിമൽ സെല്ലിന്റെ കേസിൽ ഒരു സിംഗിൾ കോംപ്ലക്സ് ഗോൾഗി അപ്പാരറ്റസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അവ പ്രോട്ടീന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ് സെല്ലിന്റെ കേസിൽ ഗോൾഗി അപ്പാരറ്റസിനെ അതായത് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡി എന്നൊക്കെ പറയുന്നുണ്ട്. അവയെ നമ്മൾ ഡിക്ടയോസോംസ് എന്നാണ് വിളിക്കുന്നത്. പ്ലാന്റ് സെൽസിലെ ഗോൾഗി അപ്പാരറ്റസിനെ നമ്മൾ ഡിക്ടയോസോംസ് എന്നാണ് വിളിക്കുന്നത്. ഇൻ നെക്സ്റ്റ്, സെൻട്രോസോംസ് ആൻഡ് സെൻട്രിയോൾസ് പ്രസന്റ്. സെൻട്രോസോംസും സെൻട്രിയോൾസും ആനിമൽ സെൽസിൽ പ്രസന്റ് ആണ്. നമുക്ക് ഇവിടെ പിക്ചർ നോക്കുമ്പോൾ സെൻട്രോസോമും സെൻട്രിയോൾസും കാണാൻ സാധിക്കുന്നുണ്ട്. സെൻട്രിയോൾസ് ചേർന്നിട്ടാണ് സെൻട്രോസോംസ് ഉണ്ടാക്കിയേക്കുന്നത്. ഇവ സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാന്റ് സെൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവയ്ക്ക് ഈ രണ്ട് സാധനങ്ങളും, അതായത് ഈ സെൻട്രിയോൾസ് ചേർന്നിട്ടുള്ള സെൻട്രോസോംസ് ആബ്സെന്റ് ആണ്. സെൻട്രോസോംസ് അവയ്ക്ക് ഇല്ല.
അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ട് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഒന്നുകൂടി നോക്കുവാണെങ്കിൽ അനിമൽ സെൽ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിനേക്കാളും സ്മോളർ ആണ്, അല്ലെങ്കിൽ പ്ലാന്റ് സെല്ല് അനിമൽ സെല്ലിനേക്കാളും ബിഗർ ആണ്. അതായത് പ്ലാന്റ് സെൽസ് ആണ് വലുത്. ഇനി നെക്സ്റ്റ് പ്ലാന്റ് സെല്ലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത അവയ്ക്ക് സെൽ വോൾ ഉണ്ട് എന്നതാണ്. അത് അവയ്ക്ക് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഇതിന് വാക്യൂൾ പ്രസന്റ് ആണ്. വാക്യൂൾ എന്ന് പറയുന്നത് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു പ്ലാന്റിനെ. അത് വലിയൊരു വാക്യൂൾ ആണ്. ഇങ്ങനെ വലിയൊരു വാക്യൂള് അതായത് വളർച്ചയെത്തിയ മിക്ക പ്ലാന്റ്സിന്റെ കേസ് എടുക്കുവാണെങ്കിലും അതിന്റെ ഭൂരിഭാഗം സ്പേസിനെയും കവർ ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് സെൻട്രൽ പൊസിഷനിലല്ല ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസ് കുറച്ചുകൂടി മാറി ഒരു സൈഡ് പൊസിഷനിലേക്കാണ് കാണപ്പെടുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് പ്ലാസ്റ്റിഡ്സ്. പ്ലാന്റ് സെല്ലിന് പ്ലാസ്റ്റിഡ്സ് പ്രസന്റ് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോഫിലുള്ള പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഡിക്ടയോസോംസ് എന്നൊരു പേര് നമ്മൾ കണ്ടു. അതായത് ഗോൾഗി അപ്പാരറ്റസിനെ നമ്മൾ പ്ലാന്റ് സെൽസിലുള്ള ഗോൾഗി അപ്പാരറ്റസിനെ നമ്മൾ ഡിക്ടയോസോംസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ പ്ലാന്റ് സെല്ലിന്റെ കേസിൽ സെൻട്രോസോംസോ സെൻട്രിയോൾസോ ഒന്നും ഉണ്ടാവില്ല. അനിമൽ സെല്ലിന്റെ കേസിലാണെങ്കിൽ സെൻട്രോസോംസും സെൻട്രിയോൾസും ഒക്കെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു.